നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിന് ആവർത്തന ചോദ്യങ്ങളാണ്. 2021 കേരള PSC നടത്തിയ 10th പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2021 ആണ്. 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് റിവിഷൻ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2021 ആണ്. ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ആൻസർ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. 82 ഡിഗ്രി ഇ. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ന് പറയുക. ഇന്ത്യയുടെ മാനക രേഖാംശം ഇത് തന്നെയാണ്. 82 ഡിഗ്രി പൂർവ്വരേഖാംശം തന്നെയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി ഇ ആണ്. 82 ഡിഗ്രി ഇ തന്നെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് ചോദിച്ചാലും എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ്? ആൻസർ 5 മണിക്കൂർ 30 മിനിറ്റ്. 5 മണിക്കൂർ 30 മിനിറ്റാണ്. ഇന്ത്യൻ സമയമേഖല എത്ര എണ്ണമാണുള്ളത്? ഒരെണ്ണം. ഇന്ത്യൻ സമയമേഖല എത്ര എണ്ണമുള്ളത്? ഒരെണ്ണം. ഇന്ത്യൻ സമയമേഖല ഒരെണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? വൃഷ്ടിപ്രദേശം. നെക്സ്റ്റ് വൺ. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി നദി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? രവി നദീതീരം. രവി നദീതീരം. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മെയ്. നെക്സ്റ്റ് വൺ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. നെക്സ്റ്റ് വൺ. പോയിന്റ് കലേമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലേമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര.
ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? KR നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നെക്സ്റ്റ് ചോദ്യം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമ അവകാശമാണ്. അസ്പൃശ്യത അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതി മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്? ഏതനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത്? അനുച്ഛേദം 352. അനുച്ഛേദം 352 പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥ ആ സമയത്താണ് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ പറ്റും. അതായത് 352 അനുച്ഛേദപ്രകാരമാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത്. നെക്സ്റ്റ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ. കേരളത്തിൻ്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാർ, ഇടുക്കി. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ ഫെബ്രുവരി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ, ഇടുക്കി പ്രദേശങ്ങൾ. ഇടുക്കിയിലുള്ള ചിന്നാർ പ്രദേശങ്ങളാണ്. ചാമ്പൽ മലയണ്ണാൻ്റെ ആ ഒരു കഥ ഓർക്കാം. ചിന്നാറിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. പക്ഷിപാതാളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. പക്ഷിപാതാളം വയനാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? കയർ ഫാക്ടറി സ്ഥാപിതമായത് ഏത് വർഷമാണ്? AD 1859. AD 1859 ഡറാസ്മയിൽ
ആലപ്പുഴയിൽ സ്ഥാപിതമായത്. 1859 1857 സ്വാതന്ത്ര്യ സമരമാണെന്ന് ഓർത്ത് വെച്ചാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഡാറാസ് മെയിൽ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ചോദ്യം, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ. മണിയാർ. സ്വകാര്യ മേഖലയിലെ മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? കൊച്ചി 20 പോയിന്റ്. ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ദേശീയപാത 85 കൊച്ചി 20 പോയിന്റ്. കൊച്ചി 20 പോയിന്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 തീയതി. 1863. 6-3-18 അല്ലേ? 6-3-18. 1863. ഓക്കെ, 18 എങ്ങനെ വരും? 6-3-18. 1863 ഓഗസ്റ്റ് 28. 18ൻ്റെ 10 കൂട്ടി 28. ഓഗസ്റ്റ് 28. അയ്യങ്കാളിയുടെ ഓഗസ്റ്റ്. 1800 അയ്യങ്കാളിയുടെ ആ വെച്ച് ഓഗസ്റ്റ് ഓർക്കാം. 18 ഓർത്തിരിക്കാം അല്ലേ? 19കളിലല്ല എന്ന് ഓർത്ത് വെക്കുക. 1863 അല്ലേ? 6-3-9 6-3-18 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടും. 6-3-18. 1863 ഓഗസ്റ്റ് 28. പഠിച്ചല്ലോ. നെക്സ്റ്റ് ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അക്കമ്മ ചൊരിയൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അക്കമ്മ ചൊരിയൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആർ പാർവതി ദേവി. ആർ പാർവതി ദേവി. ആർ പാർവതി ദേവിയാണ് അക്കമ്മ ചൊരിയൻ എന്ന പുസ്തകം എഴുതിയത്. ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ അന്തരിച്ച വർഷം. ആഗമാനന്ദ സ്വാമികൾ മരിച്ചുപോയ വർഷം ഏതാണ്? ആഗമാനന്ദ സ്വാമികൾ മരിച്ച വർഷം ഏതാണ്? 1961. ആഗമാനന്ദ സ്വാമി മരിച്ച വർഷം 61. ആഗമാനന്ദ 61 മരിച്ചു. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1980കളിലെ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നതെന്ന് കൂടി മനസ്സിൽ വയ്ക്കുക. 1980കളിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 80കളിലാണ് ഇന്ദിരാഗാന്ധി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സംഘടിത കലാപം അല്ലേ? സംഘടിത ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉത്തരം എന്താണ്? കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ഉത്തരം മറ്റൊന്നുമല്ല, ആറ്റിങ്ങൽ കലാപം അല്ലേ? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നെക്സ്റ്റ് ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്നായിരുന്നു? കുണ്ടറ വിളംബരം നടന്നത് എന്നായിരുന്നു? 1909 ജനുവരി 11. ചനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? ചനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയെന്നാണ്? 1859 ജൂലൈ 26. 1859 ജൂലൈ 26 ചാനാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്.
മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 32. മനുഷ്യരിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യരിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. രക്തപരിണയ വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? രക്തപരിണയ വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? മയോളജിയാണ്. മൂത്രത്തിൽ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സിയും പോവില്ല, ഡിയും പോവില്ല, എയും പോവില്ല. ഒന്നും തന്നെ മൂത്രത്തിലൂടെ ജീവകങ്ങൾ വിറ്റമിൻസും വിസർജിക്കപ്പെട്ട് പോകുന്നില്ല എന്നാണ് ഉത്തരം അതിൻ്റെ. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻസ് നമുക്കില്ല. ഓക്കെ, ഇതിൻ്റെയൊക്കെ പ്രത്യേകം നമുക്ക് പഠിക്കാം. ജീവകം സി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? സി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അടച്ചു വെച്ച് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ജീവകം സി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ആഹാരം പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുമ്പോഴാണ് വിറ്റമിൻ സി നഷ്ടപ്പെടുന്നത് കാരണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് എന്താണ്? വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന വസ്തു എന്താണ്? അത് ബയോട്ടിനാണ്. ബയോട്ടിൻ എന്ന വിറ്റമിൻ അല്ലേ, വിറ്റമിൻ എച്ച് എന്ന് പറയും. തയാമിൻ അതാണ് B1 ആണ് തയാമിൻ എന്ന് പറയും. B2 ആണ് ഫോളിക് ആസിഡ്. സെഹത് ടെലിമെഡിസിൻ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? സെഹത് ടെലിമെഡിസിൻ പദ്ധതി 2015 ഓഗസ്റ്റ് 25 സെഹത്ത്. റേച്ചൽ കഴ്സൻ്റെ സയലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT ആണ്. DDT ആണ്. അടുത്ത നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺസ് ആണ് അല്ലേ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് നോ ചാർജുമാണ് ഉള്ളത്. ന്യൂട്രോണിന് നോ ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുമുണ്ട്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് നോ ചാർജ്. നെക്സ്റ്റ്, തോറിയത്തിൻ്റെ അയിര് ഏതാണ്? തോറിയത്തിൻ്റെ അയിരാണ് ഏത്? മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഏത്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം അല്ലേ, ഡ്യൂട്ടീരിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിങ്ങനെ 3 ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജനുള്ളത്. ഇതിൽ മാസ് നമ്പർ 2 ഉള്ളത് ഡ്യൂട്ടീരിയത്തിനാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ്? രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ആദ്യത്തെ മൂലകം ഏതാണ്? നൈട്രജനാണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണത്തിന് പറയുന്ന പേരെന്താണ്? നമ്മൾ സോപ്പ് തേക്കുന്നു. എണ്ണയും കൊഴുപ്പും ആൽക്കലിയുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണെന്ത്? സോപ്പ് ഉണ്ടാകുന്നത്. എണ്ണ, കൊഴുപ്പ് പ്ലസ് സോപ്പ്. നെക്സ്റ്റ് ചോദ്യം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ആൻസർ പ്ലാസ്മ അവസ്ഥ. നെക്സ്റ്റ്, ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ജൂളാണ്. ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. ഓക്കെ, നെക്സ്റ്റ്, തുല്യ സമയത്ത് തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ്? തുല്യ സമയത്തിൽ തുല്യദൂരം സഞ്ചരിക്കുന്ന ചലനം ഏതാണ്? ആൻസർ ഇവിടെ ആൻസർ ഒന്നുമില്ല എന്നുള്ളത് കേട്ടോ. ഇതൊന്നുമല്ലെന്നുള്ള നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശക്തി ഏതാണ്? ആ ശക്തിക്ക് പറയുന്ന പേരെന്താണ്? ബലം എന്ന് പറയുന്നു. സൗരയൂഥം പിന്നിട്ട് ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1 വോയേജർ 1. സൗരയൂഥം പിന്നിട്ട് ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. നമ്മുടെ സിലബസ് പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് പാറ്റേണും വരും ഇല്ലേ. സിലബസിൻ്റെ അവസാനത്തെ പരിപാടിയാണിത്. സൗരയൂഥത്തെ പറ്റി ഒരു ഹെഡിങ് ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സിലബസ് വെച്ച് തന്നെ പഠിച്ചു പോകണം. സൗരയൂഥം പിന്നിട്ട് ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. അക്കാഡമിക്കാർ വളരെ ശല്യമല്ല. അവിടെ ഒരു മാത്സിൻ്റെ സാറ് പണ്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ആ സാറാണ് ഇപ്പോഴും സാറ് മാത്സിൻ്റെ സാർ. എന്തായാലും പേര് മറന്നുപോയി. സാറിന് മെസ്സേജിന് അങ്ങോട്ട് അയക്കാറുണ്ടായിരുന്നു ക്ലാസ്സുകളിലൊക്കെ. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷമായി. ഇപ്പോഴും ഉണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ്സാണ് ആ സാറിൻ്റെത്. ഓക്കെ.